ശംഖുമുഖത്ത് വലിയ തിരമാലയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായിട്ടുണ്ട്. മഹേഷ് എന്നയാളെയാണ് കാണാതായത്. വള്ളത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടു. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജിബിൻ, കടൽ കടുത്ത രീതിയിൽ പ്രക്ഷുബ്ധമാണല്ലോ. ഒരാളെയാണ് കാണാതായിരിക്കുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? നീന്തി രക്ഷപ്പെട്ട ആളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പ്രജീഷ്, ഇന്ന് രാവിലെ ഏകദേശം 8:30 മണിയോട് കൂടിയാണ് ഈ ശംഖുമുഖത്ത് കടലേറി തീരം നഷ്ടമായതിനാൽ ഈ കാണുന്ന തീരത്ത് നിന്ന് വിഴിഞ്ഞം ഹാർബറിലേക്ക് ഈ ചെറു ഫൈബർ വെള്ളം കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് ആ കാണുന്ന സ്ഥലത്ത് വെച്ച് വള്ളം അപകടത്തിൽപ്പെട്ടത്. ഈ വള്ളത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. വലിയതുറ ഫാത്തിമ മാതാ സ്വദേശിയായിട്ടുള്ള 32-കാരനായ മഹേഷും ബിനു എന്ന് പറയുന്ന ആൾ. അതിൽ ഈ മഹേഷാണ് ഈ വള്ളം മറിഞ്ഞ് കാണാതായിരിക്കുന്നത്. ഉടൻ തന്നെ മഹേഷും ബിനു കരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ബിനു മാത്രമാണ് രക്ഷപ്പെട്ടെത്തിയത്. മഹേഷ് കടലിനുള്ളിൽ വെച്ച് കാണാതാവുകയായിരുന്നു. ഈ മഹേഷിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ലൈഫ് ഗാർഡാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ളത്. ചേട്ടാ, ഇത് എങ്ങനെയായിരുന്നു ഈ അപകടം? വള്ളം തള്ളി ഉള്ളിൽ പോയിടത്താണ് വള്ളം തിരയടിച്ച് മറിഞ്ഞത്. തിരയടിച്ച് മറിഞ്ഞ് 2 പേരും കടലിൽ വീഴുന്നു. ഒരാളിനെ കാണാൻ, ഒരാൾ നീന്തി കര വന്ന ആൾ കൈവക്കി ഞാൻ ചാടിപ്പോയി. ഞാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 ലൈഫ് ഗാർഡും കൂടി ചാടിപ്പോയി പുള്ളി എത്തിച്ചില്ല. കടൽ ക്ഷോഭം കൂടുന്നതനുസരിച്ച് ഇവർ പണിക്ക് പോകുന്ന രീതിയിൽ അപകടം കൂടുതൽ സാധ്യത. പ്രജീഷ്, ഇവിടെ ഈ ശംഖുമുഖം തീരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച പെയ്ത മഴയോട് കൂടി തന്നെ ഈ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ശംഖുമുഖം തീരത്തെ കടൽ വലിയ രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്തയും ചെയ്തതാണ്. ഇതിനെ തുടർന്നാണ് ഇവിടെ ഈ വള്ളങ്ങൾ തീരത്തേക്ക് കയറ്റിയിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള ചെറു ഫൈബർ വള്ളങ്ങളൊക്കെ വിഴിഞ്ഞം ഹാർബറിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇവിടെയുള്ള വള്ളങ്ങളൊക്കെ ഈ വിഴിഞ്ഞം ഹാർബറിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെ ഏകദേശം 8:15 കൂടി ഈ ഒരു മഹേഷും ബിനുവും ഉൾപ്പെടുന്ന ഈ സംഘം ഈ വള്ളത്തിൽ ഹാർബറിലേക്ക് പോയത്. ഹാർബറിലേക്ക് പോയി ഇവിടെ നിന്ന് നീങ്ങി തൊട്ടുടൻ തന്നെ രണ്ടാമതെത്തിയ തിരമാലയാണ് ഇവർ പോയിരുന്ന ഈ വള്ളത്തെ കമിഴ്ത്തിയത്. ഉടൻ തന്നെ ബിനുവും മഹേഷും 2 പേരും കൂടി ഒരുമിച്ച് തന്നെയാണ് ഈ കരയിലേക്ക് രക്ഷപ്പെടാനായി ശ്രമിച്ചത്. നമുക്കറിയാം, ഈ കടലേറ്റം ഉള്ളത് കൊണ്ട് തന്നെ തീരത്തിന്റെ ഒരു ഭാഗമൊക്കെ തന്നെ വലിയ ആഴത്തിൽ കടലെടുത്ത ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിലവെള്ളം പോലും ചവിട്ടി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിലാണ് മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അലർട്ട് വന്നതാണ്. തീരദേശ മേഖലയിൽ ഈ അലർട്ടൊക്കെ അവർക്ക് ഈ മുന്നറിയിപ്പൊക്കെ അവരിലേക്ക് എത്തിയോ? കാരണം ഇത്രയും പ്രക്ഷുബ്ധമാണ്. നമുക്ക് നോക്കൂ, നമ്മൾക്ക് തന്നെ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് കടൽ പ്രക്ഷുബ്ധമാണ്. ശംഖുമുഖത്തൊക്കെ നമ്മളൊക്കെ പോകുന്ന ഒരു ഇടം കൂടിയാണ്. നമ്മൾക്ക് മനസ്സിലാകാൻ കഴിയാത്ത രീതിയിലേക്ക് കടൽ അങ്ങേയറ്റം പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് ഈ മുന്നറിയിപ്പുകളൊക്കെ അവർ ശരിയാവണ്ണം അനുസരിക്കുന്നുണ്ടോ? ഈ കാണാതായ ഒരാളെ അത് തിരച്ചിലൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ആ തിരച്ചിൽ ദുഷ്കരമാകുന്നുണ്ട് ജിബിൻ? പ്രജീഷ്, ഈ മത്സ്യത്തൊഴിലാളികൾ സംബന്ധിച്ച്, അതായത് നിലവിൽ കേരളത്തിൽ ഒരു ചക്രവാത ചുഴി ഇവിടെ രൂപം കൊണ്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെ മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇവർക്ക് ഈ മത്സ്യബന്ധനത്തിന് പോയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ തന്നെ വളരെ മോശമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ഈ വിലക്കുകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിനായി പോവേണ്ട ഒരു സാഹചര്യം തന്നെ അവർക്കുണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കണം ഈ മഹേഷും ഇത്തരത്തിൽ വള്ളത്തിൽ പോയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ശംഖുമുഖം തീരത്തെ കാര്യം മാത്രമല്ല, തിരുവനന്തപുരം മുതലപ്പുഴയിലാണെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള വള്ളം മറിഞ്ഞുള്ള അപകടങ്ങൾ പതിവാണ്. അവിടെയും ഈ വിലക്കുകളൊക്കെ തന്നെ ലംഘിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പോകുന്നത്. പക്ഷേ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കണം ഇത്തരത്തിൽ വിലക്കുകൾ ലംഘിച്ച് കടലിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ തീരപ്രദേശം ആകെ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ കടലെടുത്ത ഒരു അവസ്ഥയാണുള്ളത്. വലിയ തുറയായാലും ചെറിയ തുറയായാലും പൂന്തുറയായാലും അഞ്ചുതെങ്ങ് മുതലപ്പുഴയായിരുന്നാലും ഒക്കെ തന്നെ തീരെ വലിയ രീതിയിൽ കടലെടുത്തു. അതുമാത്രമല്ല, തീരത്തോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചിരുന്ന പുലിമുട്ടുകളും കല്ലുകളും ഒക്കെ തന്നെ ഈ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ വള്ളങ്ങൾ പോലും കരയിലേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഈ കല്ലുകളിൽ തട്ടിയും അതുപോലെ രൂപപ്പെട്ടിരിക്കുന്ന ഈ മഴക്കാലത്ത് രൂപപ്പെട്ടിരിക്കുന്ന വലിയ മണൽക്കൂനകളിലും തട്ടിയാണ് ഇത്തരത്തിലുള്ള വള്ളങ്ങളൊക്കെ തന്നെ മറിഞ്ഞ അപകടങ്ങൾ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
തീർച്ചയായും വറുതിയുടെ കാലത്തേക്കൊക്കെ വരുമ്പോൾ ട്രോളിംഗ് നിരോധനം 9-ാം തീയതി വരാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചോളം അവർ കടലിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കടലിൻ്റെയൊക്കെ തന്നെ ഗതി ഓരോ ദിവസം കൂടുന്തോറും മാറി മാറി വരും. കാലവർഷം കടുക്കാൻ പോകുന്നു. അറബിക്കടലിൽ കേരള തീരത്തിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നു. അപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദയവായി അനുസരിക്കുക. അപ്പം കടലിലേക്കൊക്കെ വിനോദസഞ്ചാരികളൊക്കെ തന്നെ പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏത് സമയവും കടൽ പ്രക്ഷുബ്ധമായി കടൽ കരയിലേക്ക് കയറാനുള്ള സാഹചര്യമൊക്കെ തന്നെ നമ്മൾ മുന്നിൽ കാണുക തന്നെ വേണം. ജിബിൻ, പ്രദേശവാസികളൊക്കെ ഉണ്ടല്ലോ അവിടെ, അവരൊക്കെ എന്താണ് പറയുന്നത് ഈ അപകടം സംബന്ധിച്ചുള്ള കാര്യങ്ങളും കടലിൻ്റെ ഈ പ്രക്ഷുബ്ധമായ രീതിയെക്കുറിച്ചൊക്കെ? അവിടെയുള്ള നാട്ടുകാരാണ്, അവർക്ക് കടലിനെ നന്നായി അറിയുന്നവരാണവർ. അവരുടെ പ്രതികരണം തേടാവുന്നതാണ്. പ്രജീഷ്, അതായത് കടലിൽ ഈ ഒരു വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളികളെ ഈ ഒരു സാഹചര്യം നേരിട്ട് കണ്ട അജിത് ശംഖം എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളോട് കൂടിയുള്ളത്. ചേട്ടാ, ഇതെങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? അതായത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഇതൊക്കെയുണ്ട്, വിലക്കൊക്കെ തന്നെ. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? നമുക്കിപ്പോൾ ശംഖുമോ നിങ്ങൾ തീരം കണ്ടല്ലോ, തീരം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ യാനങ്ങൾ വയ്ക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ ഈ കടൽ ചെറിയൊരു അയവ് വന്നപ്പോഴത്തേക്ക് ഇത് കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് വിഴിഞ്ഞത്ത് കൊണ്ടിടാൻ പോയ പോക്കിൽ പറ്റിയതാണ്. വെള്ളത്തിൽ ഒരു നാളെ ഇന്ന് എഞ്ചിൻ ഓഫായി പോയി, അത് കാരണം തിരയടിച്ചു. അപ്പോൾ ഈ കടലിലെ അശാസ്ത്രമായ നിർമ്മിതികൾ കാരണം കടലിനെ നിയന്ത്രിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ടുപോയി. 32 വയസ്സായ ഒരു വലിയ ജീവൻ. നിങ്ങൾ എന്താ പറയുന്നത്? ഉൾക്കടലിൽ പോയി സംഭവിച്ചെങ്കിൽ പറയാം പ്രകൃതി ദുരന്തമാണ്, അത് ആണെന്ന് പറയാം. കരയിൽ നിന്നാണ് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ കണ്ടു നിൽക്കാൻ പറ്റി. ലൈഫ് ഗാർഡ് അവരും എടുത്ത് ചാടി. പക്ഷേ ഇവിടെ ഒരു പരിധിയുണ്ട് പോകുന്നതിന്. തീരമില്ല. ഈ വള്ളങ്ങൾ ഇനിയും ഒരുപാട് തീരങ്ങൾ പൈനപ്പോൾ ഈ വള്ളങ്ങളെല്ലാം എവിടെ അടുപ്പിക്കും? അവരെന്ത് ചെയ്യും? ഉള്ള തീരങ്ങളിലോട്ട് പോയി, ഉള്ള ഹാർബറിലോട്ട് പോയതിൻ്റെ ഒരു അവസ്ഥയാണ്. അവരുടെ കഴിവ് എന്താ പറയുക, അവർക്ക് അവരുടെ യാനങ്ങൾ സംരക്ഷിക്കാനുള്ള ഇതിൽ ജീവൻ പോയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കടൽ കൊണ്ടുപോയി. വളരെ ദുഃഖം. കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ കരഞ്ഞുപോയി. മുമ്പിൽ നിന്ന് ഒരു ജീവൻ പോകുമെന്ന് പറയുന്നത് എന്താണ്? ഒന്നും രക്ഷിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. മത്സ്യത്തൊഴിലാളിയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിപ്പോൾ ഈ കടലിൽ പോകാൻ പാടില്ല എന്ന തരത്തിലെ വിലക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് സാഹചര്യത്തിലായിരിക്കണം അവർ ഈ കടലിൽ പോകും? വിശപ്പാണ്. നിങ്ങളെന്തുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പറയുന്നത് വിശപ്പ്? ഞങ്ങൾ ആരെടുത്ത് പോകും? എന്തെങ്കിലും 1 കിലോ അരി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ വിശപ്പല്ലേ ഞങ്ങൾ. വീട്ടിലെ ഗതികേട് സ്കൂൾ തുറക്കാൻ പോകും. ഈ സ്കൂൾ സമയത്ത് മക്കൾക്ക് ബസ്സും കൊണ്ട് ഞങ്ങൾക്ക് ഈ കടലൊരു വിഷയമല്ല. ഞങ്ങളുടെ ജീവൻ പോയി തീർന്നു. ഞങ്ങൾക്ക് ആ ഒരു 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുത്തുകൂടെ? അവസ്ഥയാണ്. ആരോടാ ഞങ്ങൾ പറയേണ്ടത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശംഖുമുഖം തീരത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വള്ളം അപകടം. പക്ഷേ ഇവരെ ഈ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളോ അത്തരത്തിൽ തീരത്തെ രോദനങ്ങൾ, വിലാപങ്ങളാണ് കേൾക്കുന്നത്. അവരുടെ ഗതികേടിന്റെ സ്വരം ഓരോ ദിവസവും തള്ളി നീക്കുന്നതിനിടെയാണ് ഒരു ജീവൻ കൂടി ആ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ദയനീയമായ വാർത്ത കൂടി വരികയാണ്. കടൽ അങ്ങേയറ്റം പ്രക്ഷുബ്ധമായ സമയമാണ്. ഏവരും ജാഗ്രത പാലിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.